Good afternoon. Good afternoon, ma'am. Okay, കുറച്ച് ദിവസങ്ങളായല്ലേ കണ്ടിട്ട്? ഓണമൊക്കെ നന്നായി ആഘോഷിച്ചോ? ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന 6th ചാപ്റ്റർ അല്ലേ? എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയ സമയത്ത് ഒരു കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നത് കാരണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എവിടെ വരെ എടുത്ത് നിർത്തിയത്? ഡെഫിനിഷൻസ് കഴിഞ്ഞിരുന്നു. ഫോംസ് ഓഫ് ഗ്രീവിയൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ഓക്കെ, ഫോംസ് ഓഫ് ഗ്രീവിയൻസ് അല്ലേ? ശരി. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഒരു ഗ്രീവിയൻസ് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എംപ്ലോയി ഗ്രീവിയൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ടോപ്പിക്. എംപ്ലോയി ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ്. അതായത് ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് അവരുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫീലിങ്സ്, അതായത് ഒരു അസംതൃപ്തിയോ അല്ലെങ്കിൽ ഒരു അസന്തുഷ്ടതയോ ഒക്കെ ഫീൽ ചെയ്യുന്നതിനെയാണ് നമ്മള് ഗ്രീവിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രീവിയൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയെ, അവരുടെ ഉത്പാദനക്ഷമതയെ ബാധിക്കും, ആ സ്ഥാപനത്തിലെ വർക്കിനെ ബാധിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള്, ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥാപനത്തിലും ഇതിനെ മറികടക്കാൻ വേണ്ടി അവര് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എംപ്ലോയീസിന്റെ ഈ പരാതികള് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടെത്താനും അത് കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഗ്രീവിയൻസ് മാനേജ്മെന്റ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ, അപ്പൊ സാധ്യതയുള്ള പ്രശ്നം, വരാനിരിക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, നിലവിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് കൃത്യമായിട്ട് അതിനെ ഡീൽ ചെയ്യാനും അതിനനുസരിച്ച് നല്ലൊരു ഓർഗനൈസേഷൻ വർക്കിംഗ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് ഇത് സഹായകമാണ്. അപ്പൊ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്നത്. അതിനുശേഷം കുറച്ച് ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. കെൽത്ത് ഡേവിസിന്റെയും പ്രൊഫസർ ജൂസിയസിന്റെയും ഡെയിൽ യോണറിന്റെയും ആ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസും പറഞ്ഞിരിക്കുന്നത് എന്താണ് ഗ്രീവിയൻസ് എന്ന് ഒരു 4 ഡെഫിനിഷൻസ് നിർവചിച്ചിട്ടുണ്ടായിരുന്നു. ആ 4 എണ്ണവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫോംസ് ഓഫ് ഗ്രീവിയൻസ് തുടങ്ങി നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും വരെയും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോംസ് ഓഫ് ഗ്രീവിയൻസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് അതൊന്നും കട്ടായി പോയത് അല്ലെ? അപ്പൊ ഫോംസ് ഓഫ് ഗ്രീവിയൻസില് ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ ഏതൊക്കെ രൂപത്തിലുണ്ട്? പരാതികൾ ഇപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ കംപ്ലൈന്റ് ആയിരിക്കില്ല ഉണ്ടാവുക അല്ലെ? അപ്പൊ പല രീതിയിലുണ്ടാവും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്രാക്ചർ. Fracture എന്ന് പറഞ്ഞാൽ the relationship of employer and employee is based on the organization's employment contract. ഇപ്പൊ എപ്പോഴും ഒരു തൊഴിലാളിയുടെയും ഒരു ജീവനക്കാരൻ, ഒരു തൊഴിലുടമയുടെയും ജീവനക്കാരന്റെയും അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കരാറിനെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ ബന്ധം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ അവരെ നിയമിക്കുമ്പോൾ അവർ പറയും ഇപ്പൊ ഒരു സാലറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജോലി ഇന്നതാണ്, അതിന് ഇന്ന ദിവസം മുതൽ ഇത്ര ദിവസം വരെ നിങ്ങൾ വർക്ക് ചെയ്യണം അല്ലേ? പറയില്ലേ?
ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഒരു മാസത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അതിൽ ഇന്ന ലീവുകളൊക്കെ നമ്മൾ തരും. അതുപോലെ തന്നെ ഇത്ര രൂപയായിരിക്കും നിങ്ങൾക്ക് ഫിക്സഡ് സാലറി. പറയില്ലേ? അതുപോലെ പറയാറുണ്ട്. ഇപ്പൊ എന്താണ് ഒരു കോൺട്രാക്ട് പറയും. അപ്പൊ നമ്മൾ പറയും സാലറി ഇൻക്രിമെന്റോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ചില സ്ഥാപനങ്ങൾ പറയും ഒരു 3 മാസം നിങ്ങൾക്ക് പ്രൊബേഷണറി പീരീഡ് പോലെ ട്രെയിനിങ്സ് പോലെ ആയിരിക്കും. അതിനുശേഷം 3 മാസത്തെ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിൽ ഇത്ര രൂപ നിങ്ങളുടെ ശമ്പള വർധനമുണ്ടായിരിക്കും. പറയാറില്ലേ? ഏതൊരു ജോലിക്ക് കയറുമ്പോഴും നമ്മളോട് കുറച്ച് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുക, അല്ലേ? ആണോ? അല്ലെങ്കിൽ ജോലിക്ക് അങ്ങ് പ്രവേശിക്കോ? എത്ര രൂപ അതിന്റെ സാലറി, എത്ര അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യണം, ഇല്ലേ? ഉണ്ടോ? 8 hours ആണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിന് കൂടുതൽ അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഓവർ ടൈം ആയിട്ട് പേയ്മെന്റ് തരും, അല്ലേ? അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാവും. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട എല്ലാവരും കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ആ തൊഴിലുടമയും അവിടുത്തെ ജീവനക്കാരും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത്. Then it is the employment contract which specifies the norms that define the limits of employee expectation from the organization to meet his requirements and expectations. അപ്പൊ എപ്പോഴും ഈ ഒരു എംപ്ലോയിയുടെ ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ആ ഒരു കരാറില് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ, അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ ഒരു കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ആ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അതിനൊരു പരിധി ഉണ്ടാവും, അല്ലേ? ആ ഒരു എംപ്ലോയിയുടെ എല്ലാ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല. എന്നാൽ പോലും ആ ഒരു ഓർഗനൈസേഷന്റെ പരിധി എത്രത്തോളമാണ്, അവർക്ക് ഈ ഒരു എംപ്ലോയിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അതുപോലെ അവരുടെ ആവശ്യകതകളൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അതിനനുസരിച്ചുള്ള ഒരു പരിധിയും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തിലായിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക? ഈ എംപ്ലോയിയുടെ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ആ തൊഴിലുമായി ബന്ധപ്പെട്ട കരാറിൽ പരാമർശിച്ചിട്ടുണ്ടാവും. ഒരു എംപ്ലോയിക്ക് അവർക്ക് ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രൊമോഷൻ വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ അത് പറഞ്ഞ് ഡീൽ ചെയ്തിട്ടാണ് നമ്മൾ അവരെ പ്രവേശിപ്പിക്കുന്ന ആ ജോലി അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഓൾറെഡി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്ര രൂപ സാലറി, ഇത്ര രൂപയായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ചിലപ്പോൾ ബോണസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലേ? ചില സ്ഥാപനങ്ങളിൽ 6 മാസം കൂടുമ്പോൾ ബോണസ് കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ബോണസുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഓൾറെഡി നമ്മുടെ അടുത്ത് അതൊക്കെ പറഞ്ഞ് നമുക്ക് ഓക്കെയാണ്, ഇരു കൂട്ടർക്കും ഓക്കെ ആകുമ്പോഴാണ് ആ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ സൈൻ ചെയ്യുന്നത്, നമ്മൾ അവിടേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, അല്ലേ? ആണോ? ആ ഒരു അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്ഥാപനം ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും, അല്ലെ? ആ ഒരു വിശ്വാസമാണല്ലോ നമുക്കുള്ളത്. അപ്പൊ അവർ പറയുന്ന രീതിയിലുള്ള സാലറി നമുക്ക് കിട്ടുമായിരിക്കും. അതിനനുസരിച്ചുള്ള നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് അവർ തരും. എന്നാൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും നമുക്കത് അവർ തരികയും ചെയ്യാം. അപ്പൊ ഇവിടെ ആ കോൺട്രാക്റ്റിൽ നമ്മളോട് പറയുന്നുണ്ട് ഓരോ ആളുകളും അവരുടെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്, അതായത് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ അവർക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും, അതിനൊരു പരിധിയുണ്ട്, അല്ലേ? ഒരു ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്തു കൊടുക്കില്ല, അല്ലെ? അവർ പറയുന്ന കാര്യങ്ങൾ അവർ ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. അപ്പൊ അവർ ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാം, ആ ഓർഗനൈസേഷന്റെ പരിധി എത്രത്തോളമാണ് എന്നൊക്കെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. When these expectations are not met by the organization, the employee gets disappointed with this job. അപ്പൊ ഈ പറയുന്ന പ്രതീക്ഷകൾ, അതായത് അവർക്ക് നമ്മൾ ഓൾറെഡി കുറെ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓഫേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ ആ ഓർഗനൈസേഷൻ നിറവേറ്റുന്നില്ല എങ്കിൽ the employee gets disappointed. അവരുടെ ജോബുമായി ബന്ധപ്പെട്ട് ആ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? നിരാശരാകുകയാണ് ചെയ്യാറ്, അല്ലെ? ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇന്ന ദിവസം ഇപ്പൊ ഒരു മാസം നിനക്ക് ജോലിയുണ്ട്, അതിൽ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. ആ 8 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓരോ മണിക്കൂറിനും നിങ്ങൾക്ക് ഇത്ര രൂപ എക്സ്ട്രാ പേയ്മെന്റ് തരും എന്ന് നമ്മളോട് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു 2 മാസം ഇതുപോലെ നമ്മൾ 8 മണിക്കൂറിൽ കൂടുതലൊക്കെ ഒരുപാട് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ആ പൈസ നമുക്ക് തരുന്നില്ല. ആ ഓവർ ടൈം
ആവശ്യമായിട്ടുള്ള 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ പൈസ തരുന്നില്ല. അപ്പൊ അവിടെ ആ ഒരു എംപ്ലോയിയുടെ അവരുടെ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് അവർ ഡിസപ്പോയിന്റഡ് ആവില്ലേ, നിരാശരാവില്ലേ? അല്ലെ? കാരണം എന്താ, അവരുടെ പ്രതീക്ഷ അവിടെ നിറവേറ്റപ്പെടുന്നില്ല. ശരിയല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മിസ്? അവർ നമ്മൾ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നേ? വർക്ക് ചെയ്താലും 1 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ വർക്ക് ചെയ്താലും എനിക്ക് പൈസ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നത്. അങ്ങനെ ചെയ്തിട്ട് പോലും നമുക്ക് 1 മാസമോ 2 മാസമോ ഒന്നും പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതീക്ഷകൾ അവിടെ നിറവേറ്റുന്നില്ലാത്തത് കൊണ്ട് തന്നെ ആ എംപ്ലോയി എന്ത് ചെയ്യുന്നു? ഡിസപ്പോയിന്റഡ് ആവുന്നു, ഒരു നിരാശരാവുന്ന ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അവർക്കൊരു നിരാശ രൂപപ്പെടുന്നു. This type of disappointment is known as fractal grievance. ഈ തരത്തിലുള്ള നിരാശയാണ് നമ്മൾ fractal grievance എന്ന് പറയുന്നത്. അതായത് these grievances are due to faulty implementation of organizational policy. ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് എന്താണ് ആ ഓർഗനൈസേഷനിലെ പോളിസികൾ അല്ലെങ്കിൽ നയങ്ങള് തെറ്റായ രീതിയിൽ നടപ്പിലാക്കുന്നത് വഴിയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫ്രാക്ചർ ഗ്രീവിയൻസ് ഉത്ഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എംപ്ലോയീസ് were told they would receive a salary increase after a year, but it was not granted. ഇപ്പൊ എംപ്ലോയിയോട് ഒരു വർഷം നമ്മൾ അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ പറയുവാണ്, 1 വർഷം നിങ്ങൾ വർക്ക് ചെയ്യും, അതിനുശേഷം അടുത്ത വർഷം നിങ്ങൾക്ക് സാലറിയില് സാലറി ഇൻക്രീസ്, ഒരു സാലറി വർധന ഉണ്ടായിരിക്കും. അപ്പൊ നെക്സ്റ്റ് ഇയർ ആവുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾക്ക് സാലറിയില് വർധനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ ജോലിയിലേക്ക് എടുക്കുന്നത്. ആ 1 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ആ ഒരു സാലറി ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ആ ഒരു സാലറി ഇൻക്രീസ് ചെയ്ത് കൊടുത്തില്ല. ഇറ്റ് വാസ് നോട്ട് ഗ്രാന്റഡ്. അത് അവർക്ക് അനുവദിച്ച് നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു എംപ്ലോയിക്കും ഡിസപ്പോയിന്റ്മെന്റ് വരില്ലേ? അവരോട് ഓഫർ ചെയ്തിരിക്കുന്ന കാര്യമാണ്, ഓൾറെഡി അവർ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പക്ഷെ അത് അവർക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതിയെയാണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ? ക്ലിയർ ആയോ? ഫാക്ച്വൽ ഗ്രീവിയൻസ് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. ഒരു ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു എംപ്ലോയി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും, നമ്മളാണ് ഒരു ജീവനക്കാരനെങ്കിൽ നമ്മൾ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കമ്പനിയുമായി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായിട്ട് നമ്മളൊരു കോൺട്രാക്ട് വെക്കുന്നത്, 2 കൂട്ടർക്കും തുല്യമായിട്ട് ഈക്വൽ ആയിട്ട് അവരോട് ഷെയർ ചെയ്ത് ഒക്കെ ആവുമ്പോഴാണ് എല്ലാ സാലറിയുടെ കാര്യമായിക്കോട്ടെ, ലീവിന്റെ കാര്യമായിക്കോട്ടെ, മറ്റ് ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും കുറിച്ചും ഒരു ധാരണയിലെത്തിയതിനു ശേഷമാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുക, അല്ലെ? അപ്പോയിന്റ്മെന്റ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ അവിടേക്ക് അഡ്മിഷൻ തരുന്നത്. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്ന ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷൻ പാലിക്കാതെ വരുന്നത്, നമുക്ക് സാലറിയിൽ വർധനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ പാലിക്കുന്നുണ്ടാവില്ല. ഓവർ ടൈം ആയിട്ടുള്ള പേയ്മെന്റ് തരാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ പാലിക്കാതെ വരാം. 1 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള സാലറി വർധനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ പാലിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അനുവദിച്ചു തരുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ 1 മാസത്തിൽ ഇത്ര ലീവ് എന്ന് പറഞ്ഞിട്ട് പോലും ആ ലീവ് തരാതിരിക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ടും ആ എംപ്ലോയീസിന് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു നിരാശ അനുഭവം. കാരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെ? നമ്മളാണെന്ന് പ്രതീക്ഷിക്കും, 1 വർഷം നമുക്ക് ഇവിടെ നിന്നാലും അടുത്ത വർഷത്തേക്ക് എന്റെ സാലറിയിൽ വർധന ഉണ്ടായേക്കാം, കാരണം അവരോട് ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അവരുടെ പ്രതീക്ഷ അവിടെ നിറവേറ്റുന്നുണ്ടോ ഇവിടെ? അവരുടെ ആ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ അവർക്കറിയാം അതൊരു പ്രതീക്ഷയാണ്, അവിടെ നിറവേറ്റുന്നില്ല, അല്ലെ? ആ പ്രതീക്ഷകൾ നിറവേറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസപ്പോയിന്റ്മെന്റിൽ നിന്നും വരുന്ന ഒരു ഗ്രീവിയൻസ് ആണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഫാക്ച്വൽ ഗ്രീവിയൻസ് എല്ലാവർക്കും മനസ്സിലായോ? എങ്കിൽ മാത്രമേ മിസ് അടുത്തയിലേക്ക് പോകുള്ളൂ, കൺഫ്യൂസ്ഡ് ആകരുത്. ഫസ്റ്റ് വൺ ക്ലിയർ അല്ലേ? ആ ഒരു എക്സാമ്പിൾ നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? സെക്കൻഡ് വണ്ണിലേക്ക് പോവാം. സെക്കൻഡ് വണ്ണാണ് ഇമാജിനറി.
Imaginary grievance arises when an employee is dissatisfied due to his wrong perception, negative attitude and incorrect information. ഒരു imaginary grievance എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും അത് രൂപം കൊള്ളുന്നത് ഒരു എംപ്ലോയിക്ക് ഒരു ഡിസാറ്റിസ്ഫൈഡ് ഒരു അസംതൃപ്തരാണ് ഡ്യൂ ടു ഹിസ് wrong perception, അതായത് തെറ്റായിട്ടുള്ള എന്തെങ്കിലും ധാരണകളാലാവാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവർക്ക് ലഭിച്ചതിന്റെ റിസൾട്ടോടെ ആവാം. അങ്ങനെ എന്തെങ്കിലും തെറ്റായ ധാരണകൾ വരുമ്പോൾ നമുക്കും പലപ്പോഴും പല തെറ്റിദ്ധാരണകളും വരാറുണ്ട്, അല്ലേ? ഇല്ലേ? ഉണ്ടാവാറില്ലേ? അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരാള് ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരുന്നു, ശരിയായതല്ല, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഒരു ധാരണ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ വരുന്നു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് ആ ഒരു ജോലിയോട് ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ വരുമ്പോ ഒരു അസംതൃപ്തി ഫീൽ ചെയ്യും. അതിനെയാണ് ഇമാജിനറി ഗ്രീവിയൻസ്, അതിലൂടെയാണ് ഇമാജിനറി ഗ്രീവിയൻസ് വരുന്നത്. നോക്കിയേ, this wrong perception can have long term impact on the organization. ഇങ്ങനെ ഒരു തെറ്റായ ധാരണ വന്നു കഴിഞ്ഞാൽ അതൊരു ദീർഘകാല ഒരു പ്രത്യാഘാതം ആ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. It may develop a negative image of the organization in front of its employees. ആ എംപ്ലോയീസിന്റെ മുന്നില് ഓർഗനൈസേഷനെ കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിത്രം വരാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. വിച്ച് മൈ ഡിക്രീസ് ദെയർ വർക്ക് എഫിഷ്യൻസി. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാവുമ്പോൾ ആ സ്ഥാപനത്തോട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? അപ്പൊ ആ ഒരു വർക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു കാര്യക്ഷമത ചിലപ്പോൾ കുറഞ്ഞേക്കാം, ഡിക്രീസ് ചെയ്തേക്കാം. ആൻഡ് therefore this type of grievance should be dealt with immediately. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികളോ കാര്യങ്ങളോ വന്നാൽ അത് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അത് കൈകാര്യം ചെയ്യണം, പരിഹരിക്കുകയും വേണം. അപ്പൊ ഇമാജിനറി ഗ്രീവിയൻസ് പ്രധാനമായിട്ടും അത് അറൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് എന്തിൽ നിന്നുമാണ്? ഒരു എംപ്ലോയി ഡിസാറ്റിസ്ഫൈഡ് ആവുന്നു, അസംതൃപ്തരാവുന്നു. എന്തിലൂടെ? ഡ്യൂ ടു ഹിസ് റോങ് പെർസെപ്ഷൻ, തെറ്റായിട്ടുള്ള എന്തെങ്കിലും ധാരണകളിലൂടെയോ, നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലൂടെയോ, ശരിയല്ലാത്ത അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിലൂടെയോ ഒക്കെ ആ ഒരു എംപ്ലോയി അസംതൃപ്തരാകുമ്പോഴാണ് ഇമാജിനറി ഗ്രീവിയൻസ് ഉടലെടുക്കുന്നത്. ആൻഡ് ദിസ് റോങ് പെർസെപ്ഷൻ, അപ്പൊ ഇങ്ങനെ തെറ്റായ ധാരണ ഓർഗനൈസേഷനെ കുറിച്ച് അവിടുത്തെ എംപ്ലോയീസിന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആ ഒരു എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യില്ല, അപ്പൊ അവരുടെ വർക്ക് എഫിഷ്യൻസി കുറയും. അതിനനുസരിച്ച് ആ ഒരു എംപ്ലോയീസിന്റെ മനസ്സിലെ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള ആ ഒരു ചിത്രവും എന്താവാൻ, നെഗറ്റീവ് ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രത്യാഘാതം ആ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് എത്രയും വേഗം കണ്ടെത്തുകയും അത് കൈകാര്യം ചെയ്യുകയും വേണം. ക്ലിയർ ആണോ? ഇമാജിനറി എന്ന് പറയുന്നത്, ഇമാജിനറി ഗ്രീവൻസ് ക്ലിയർ ആണോ? ഓക്കെ. എന്താണ് ഇന്ന് റിപ്ലൈ കുറവാണോ? ഇന്ന് പൊതുവെ ഇപ്പൊ കുറവാണോ കുട്ടികള്? ഓക്കെ. Then next one ആണ്, third one ആണ് displaced. Displaced എന്ന് പറഞ്ഞാൽ when an employee is not aware about the reason for his dissatisfaction. അതായത് ഇവിടെ ആ ഒരു ജീവനക്കാരന് തന്റെ അസംതൃപ്തി അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എന്താണ്, അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ലെങ്കിൽ then he has a displaced grievance. അവർക്ക് അപ്പൊ നമുക്ക് അവർക്ക് പറയാം അവർക്ക് displaced ആയിട്ടുള്ള ഗ്രീവിയൻസ് ആണെന്ന് പറയാം. അപ്പൊ അവർക്ക് അവരുടെ കാരണം അറിയില്ല, എന്തുകൊണ്ടാണ് ഞാൻ അസംതൃപ്തരാകുന്നത്, സാറ്റിസ്ഫൈഡ് ആവാത്തത് എന്നതിനെ കുറിച്ചുള്ള റീസൺ ആർക്കറിയുന്നില്ല, എംപ്ലോയിക്ക് അവെയർ അല്ല, അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ചൊരു കാരണം അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നില്ല, അവെയർ അല്ല, അതിനെ കുറിച്ച് അവർക്ക് വലിയ ബോധവാന്മാരല്ല. then he has a displaced. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഗ്രീവിയൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ജനറലി എംപ്ലോയീസ് സൈക്കോളജിക്കൽ നീഡ്സ് ലൈക്ക് നീഡ് ഫോർ അപ്രീസിയേഷൻ. അപ്പൊ നമുക്കറിയാം എല്ലാ ആളുകളുടെയും മനസ്സിലുള്ളൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡുകളാണ് നമ്മൾ ആരെങ്കിലും പ്രശംസിക്കണം, അല്ലെ? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് പേരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രശംസിക്കണം, അല്ലേ?
നമ്മുടെയൊക്കെ ആഗ്രഹം തന്നെയല്ലേ ഇത്? അതെ. അതുപോലെ ഒരു ഫ്രണ്ട്ലിനെസ്, അവിടെയുള്ള കോവർക്കേഴ്സ് ഒക്കെ നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലെ? ആ അതോറിറ്റി, എന്തെങ്കിലുമൊക്കെ അധികാരങ്ങൾ നമുക്ക് കിട്ടണം, ശരിയല്ലേ? അതുപോലെ എന്ത് ചെയ്താലും അതിലൊരു സക്സസ് അല്ലെങ്കിൽ വിജയം കൈവരിക്കണം. ഇതൊക്കെ നമ്മുടെ സൈക്കോളജിക്കൽ നീഡുകളാണ് അല്ലെ? ഒരു എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ നീഡുകളാണ്. ഇതൊന്നും ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിറവേറ്റാൻ പറ്റാതെ വരും, മനസ്സിലായോ? ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്തിട്ട് അത് സക്സസ് ആവാൻ പറ്റാതെ വരുമ്പോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അധികാരം മറ്റുള്ളവർക്ക് കിട്ടി നമുക്ക് കിട്ടാതെ വരുമ്പോ, അപ്പൊ അവിടെ പ്രത്യേകമായിട്ടൊരു കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ശരിയല്ലേ? അവിടുത്തെ മാനേജറിനോട് പോയി പറയാൻ പറ്റുമോ നമുക്ക് ഇങ്ങനെ ഒരു അധികാരം അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പ്രശംസിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഈ പരാതി വന്നത് എന്ന് പറയാൻ പറ്റുമോ? അതിന്റെ കാരണം നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. മനസ്സിൽ നിന്നും അങ്ങനെ ഒരു അസംതൃപ്തി നമുക്കത് ഫീൽ ചെയ്യും, ഇല്ലേ? ചെയ്യോ? അത് തന്നെയാണ് ഈ ഡിസ്ഗേജ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ആ എംപ്ലോയി ഹു ഈസ് ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ വർക്ക് കണ്ടീഷൻ ഓഫ് ദ കമ്പനി മേ ഡിസൈർ സം അപ്രീഷിയേഷൻ ആൻഡ് പ്രൈസ് ഫ്രം ഹിസ് കോവർക്കേഴ്സ്. അതായത് ഇവിടെ ഒരു എംപ്ലോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് കൂടെ കോവർക്കേഴ്സ് ഒക്കെ ഉണ്ട്. അവര് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അവിടെയാണ് അവരുടെ പ്രശ്നം. അവരുടെ വർക്കിംഗ് കണ്ടീഷൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു വർക്കറിന് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിക്ക് അവർക്ക് എന്താണ് ആഗ്രഹം? അവരെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെല്ലാവരും പ്രശംസിക്കണം, അവരെല്ലാവരും അവരെല്ലാവരും അഭിനന്ദിക്കണം, പ്രശംസിക്കണം. അങ്ങനെയുള്ള അവരുടെ കോ വർക്കേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ പ്രശംസിക്കണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെ പ്രൈസ് ചെയ്യണം, അഭിനന്ദിക്കണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹം ചിലപ്പോ നിറവേറ്റിപ്പെടുന്നില്ല. അപ്പൊ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ അവർക്ക് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ അസംതൃപ്തമായിട്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഹെൻസ് ഡിസ്ഗേജ്ഡ് grievance must also be given consideration because if they are neglected they can have harmful consequences. ഇങ്ങനെയുള്ള ഒരു ഗ്രീവിയൻസ് ആളുകളുടെ മനസ്സിൽ വന്നാലും അതിനെയും നമ്മൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവഗണിക്കാൻ പാടില്ല. they can have harmful consequences. ഇതിന് വളരെ ദോഷകരമായിട്ടുള്ള പരിണിത ഫലങ്ങള് ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഡിസ്ഗേജ്ഡ് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആ എംപ്ലോയിക്ക് അവരുടെ എന്തിനു വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് ഒരു അസംതൃപ്തി തോന്നുന്നത് എന്നതിന്റെ കാരണമത്ര ഒരു അവബോധമില്ലായ്മ, അല്ലെങ്കിൽ കാരണമത്ര എന്ത് കാരണമാണെന്നുള്ളതിനെ കുറിച്ച് വലിയ അറിവുണ്ടാകില്ല. Then he has a disguised grievance ആണ് അവർക്കുള്ളത് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം എംപ്ലോയീസിന് കുറച്ച് സൈക്കോളജിക്കൽ നീഡുകളുണ്ട്. എല്ലാവരും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, എല്ലാവരും അവരെ ഫ്രണ്ട്ലിനെസ്സോട് കൂടി വർക്ക് ചെയ്യണം, ഒരു അധികാരങ്ങൾ കിട്ടണം, എല്ലാത്തിലും വിജയം കൈവരിക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും ചിലപ്പോൾ നിറവേറ്റാതെ വരുമ്പോഴാണ് ഈ പറയുന്ന ഡിസ്ഗേജ്ഡ് ഗ്രീവിയൻസ് വരുന്നത്. അതായത് ഒരു എംപ്ലോയി ഒരു വർക്കിംഗ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കോവർക്കേഴ്സ് അവരെ പ്രശംസിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അസംതൃപ്തരാവുകയും അതിലൂടെ ഈ ഡിസ്ഗേജ്ഡ് ആയിട്ടുള്ള ഗ്രീവിയൻസ് ലഭിക്കുകയും അത് നമ്മൾ അവഗണിച്ചാൽ അത് ചിലപ്പോൾ ഹാർംഫുൾ ആയിട്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഭാവിയിൽ വളരെ ദോഷകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം. ക്ലിയർ ആണോ? 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. അതില് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാല് ഇത്രേ ഉള്ളൂ. ഫാക്ച്വൽ ഗ്രീവിയൻസിൽ ഒരു ഓർഗനൈസേഷൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ കോൺട്രാക്ട് പറയുന്ന കാര്യങ്ങളൊന്നും അവർ പൂർത്തിയാക്കുന്നില്ല, അവർ നിറവേറ്റി നൽകുന്നില്ല. അങ്ങനെ നിറവേറ്റി നൽകാതെ വരുമ്പോൾ എംപ്ലോയിക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു അസംതൃപ്തി ഉണ്ടാവുകയും ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇമാജിനറി എന്ന് പറയുമ്പോൾ ഈ ഗ്രീവിയൻസ് ഉടലെടുക്കുന്നത്, അതായത് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു അസംതൃപ്തി എംപ്ലോയിക്ക് ഉണ്ടാവുന്നത് എന്തിലൂടെയാ? ചിലപ്പോൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ധാരണകളിലൂടെയോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവത്തിലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുന്നതിലൂടെയൊക്കെ ആ ഒരു കമ്പനിയോട് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനോടുള്ള അവരുടെ ആ ഒരു ഇമേജ് വളരെ നെഗറ്റീവായി മാറുകയും അതിനനുസരിച്ച് അവര് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാതെ വരികയും ചെയ്യുകയാണ്. മൂന്നാമത്തത് ഡിസ്ഗേജ് എന്ന് പറയുമ്പോൾ അവരുടെ എംപ്ലോയീസിന്റെ സൈക്കോളജിക്കൽ നീഡുകളൊന്നും നിറവേറ്റപ്പെടുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. അതിന്റെ കാരണം എന്താണെന്ന് പ്രത്യേകമായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അവർക്കൊരു അസംതൃപ്തി ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഫീൽ ചെയ്യുന്നതിനെയാണ് ഡിസ്ഗേജ്ഡ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഇതിലിവിടെ ഫാക്ച്വൽ എന്നാണ് കേട്ടാ. ഇതിന്റെ ആറൊന്നും വേണ്ട കേട്ടാ. ഫാക്ച്വൽ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് കറക്റ്റ് കേട്ടാ. ഫാക്ച്വൽ ഗ്രീവിയൻസ് വസ്തുതാപരമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. FA ആണ് കേട്ടാ. FACTUA. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? മൂന്നെണ്ണം ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് സോഴ്സസ് ഓഫ് ഗ്രീവിയൻസ്. ഗ്രീവിയൻസിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. The main sources of grievances are as follows. അപ്പൊ താഴെ പറയുന്നവയാണ് ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ ഒരു പരാതികൾ വരാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. അതിൽ ഫസ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. മാനേജ്മെന്റിന്റെ രീതികളിൽ നിന്ന്. Grievance can arise from the following management practices. താഴെ പറയുന്ന മാനേജ്മെന്റ് രീതികളിൽ നിന്നും പരാതികൾ ഉത്ഭവിച്ചേക്കാം. അതില് ഫസ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് സ്റ്റൈൽ. മാനേജ്മെന്റിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ ശൈലികള് അല്ലെങ്കിൽ എന്താണ് അവർ ഉപയോഗിക്കുന്ന ശൈലി, ഏത് തരത്തിലുള്ള മാനേജ്മെന്റ് ആണ് എന്നുള്ളത്. The autocratic style of management at one end and participating style on the other may cause grievance among the workforce in an organization. ഒരു ഓർഗനൈസേഷനിൽ രണ്ട് രീതിയിൽ നമുക്ക് മാനേജ്മെന്റ് സ്റ്റൈലിൽ മാനേജ്മെന്റ് ശൈലികൾ കൊണ്ടുവരാം. ഒന്നാമത്തേതാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ. എന്ന് വെച്ചാൽ എന്താ? സ്വേച്ഛാധിപതി ഭരണം അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപതി ശൈലിയാണ്. അതായത് ഒരു വ്യക്തി, ഇപ്പൊ നമ്മുടെ ഹിറ്റ്ലറിനൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതൊരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഇവിടെ എന്താണ്? ഒരു വ്യക്തി, ആ ഒരു മാനേജർ ആണെങ്കിൽ ആ മാനേജർ എന്ത് ചെയ്യുന്നു? അദ്ദേഹമായിരിക്കും ഹെഡ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവരുടെ സബോർഡിനേറ്റ്സിനോട് പറയുക മാത്രമേ ചെയ്യുന്നത്. അവർ ഒരു കാര്യത്തിലും ഉൾപ്പെടുത്താതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ആ ഒരു വ്യക്തി. അപ്പൊ സ്വേച്ഛാധിപതി ഭരണം പോലെയാണ്. അപ്പൊ ഒറ്റാലും ആ ഒരു വ്യക്തിക്ക് ആയിരിക്കും എല്ലാ പവറും. അദ്ദേഹമാണ് അതിന് കീഴിലുള്ള എല്ലാവരെയും ഭരിക്കുന്നതും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും. എന്നാൽ അടുത്തൊരെണ്ണമാണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. അതായത് എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ശൈലി. അപ്പൊ ഇതിൽ ഏതായിരിക്കും എംപ്ലോയീസ് കൂടുതൽ പ്രിഫർ ചെയ്യുക? ഏതായിരിക്കും? ഓട്ടോക്രാറ്റിക് ആയിരിക്കോ അതോ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആയിരിക്കോ? ഏതായിരിക്കും? താങ്കളൊരു റിപ്ലൈ ഇല്ലാതെ മനസ്സിലായില്ല? പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആയിരിക്കും അല്ലേ? കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ സ്വേച്ഛാധിപതി ഭരണം പോലെയാണ്. അതായത് ഒരൊറ്റ ആൾ, അദ്ദേഹമാണ് എല്ലാം തീരുമാനിക്കുന്നത്. മറ്റുള്ള ആൾക്കും അതിലൊരു ഇൻവോൾവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർ പറയുന്ന എന്തോ അത് അവരുടെ സബോർഡിനേറ്റ്സ് അനുസരിച്ചിരിക്കണം നിർബന്ധമായിട്ട്. അതാണ് ആ ഒരു സ്റ്റൈൽ. അതേസമയം പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എല്ലാവരെയും പങ്കാളികളാണ്, എംപ്ലോയീസ് എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ടൊരു ശൈലിയാണ്. ഓൺ മേ ഹാവ് ഗ്രീവിയൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ശൈലിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്നതിനനുസരിച്ച് ഗ്രീവിയൻസ് വരാം. അതായത് for example, the workforce composed of extremely qualified people may not appreciate an autocratic style as in the present situation. Participative style is more appreciated. അപ്പൊ എക്സ്ട്രീംലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ എംപ്ലോയീസ് എന്ന് വിചാരിക്കാം. അപ്പൊ അവർ ഒരിക്കലും ഈ പറയുന്ന ഓട്ടോക്രാറ്റിക് സ്റ്റൈലിനോട് അവര് അപ്രീഷിയേറ്റ് ചെയ്തില്ല, അതിനെ അഭിനന്ദിക്കില്ല. മറിച്ച് ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അവരെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ തന്നെയായിരിക്കും.
style and practices would need to be adapted according to the current situation. ഏത് നിലവിലെ സിറ്റുവേഷൻ ആ ഒരു സ്ഥാപനത്തിലെ നിലവിലെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ശൈലിയും രീതികളും മാനേജ്മെന്റ് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെയാണ്, അവരുടെ താല്പര്യം ഏത് രീതിയിലുള്ള ശൈലിയാണ് അത് മനസ്സിലാക്കുകയും എംപ്ലോയീസ് ഇപ്പൊ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് ആണ് നമ്മുടെ കീഴിലുള്ളത്. അപ്പൊ നമ്മുടെ മാനേജർ പറഞ്ഞു നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി എന്ന രീതി എടുക്കുമ്പോൾ ചിലപ്പോ അവർക്ക് അത് താല്പര്യം ഉണ്ടാവണമെന്നില്ല അല്ലെ. കാരണം അവരും കുറച്ചും കൂടി നല്ല ടാലന്റഡ് ആണ്. അപ്പൊ അവർക്കും അവരുടേതായ കഴിവുകൾ വികസിപ്പിക്കാനും അവരെ പ്രദർശിപ്പിക്കാനും ഒക്കെ ഒരു അവസരങ്ങൾ കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ വരുമ്പോ അവരങ്ങനെ അധികം അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. അതേസമയം നല്ലൊരു പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് മാനേജ്മെന്റ് കൊണ്ടുവരുന്നതെങ്കിൽ എല്ലാ ആളുകളും അവിടുത്തെ എംപ്ലോയീസും മിക്ക എംപ്ലോയീസും അതിനെ എന്ത് ചെയ്യും, പിന്താങ്ങുകയും സപ്പോർട്ട് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നു, അവർക്ക് അത് ഇഷ്ടപ്പെടുന്ന ഒരു ശൈലി കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു മാനേജ്മെന്റ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഏത് ശൈലി അല്ലെങ്കിൽ ഏത് സ്റ്റൈലാണോ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചാണ് ഗ്രീവിയൻസ് വരിക. അപ്പൊ ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണെങ്കിൽ കുറെ അധികം ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ ആ മാനേജറുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തേക്കാം. ക്ലിയർ ആണോ മാനേജ്മെന്റ് സ്റ്റൈല്? Okay. Second one ആണ് social distance, സാമൂഹിക അകലം. The relationship between workers and manager is characterized by social distance. അപ്പൊ ഇവിടെ ഒരു റിലേഷൻഷിപ്പ്, അതായത് സോഷ്യൽ ഡിസ്റ്റൻസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സാമൂഹിക അകലം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വർക്കേഴ്സും മാനേജറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. And this is because there may be difference in class and culture orientation between management and workers. കാരണം മാനേജ്മെന്റും അവരുടെ വർക്കേഴ്സും തമ്മിൽ അവരുടെ ക്ലാസ്, അവരുടെ ഇതായിട്ടുള്ള അവരുടെ ക്ലാസ്, അതുപോലെ അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം, ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. The managers view the workers as someone who is on the much lower social scale. വളരെ കുറഞ്ഞ സാമൂഹിക തലത്തിലുള്ള അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് വളരെ കുറഞ്ഞ തലത്തിലുള്ള ആളുകളാണ് വർക്കേഴ്സ് എന്ന് ഒരു മാനേജർ ചിന്തിക്കുകയാണെങ്കിൽ in such circumstances the grievance system would not work in an effective way. ഈ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിലാണെങ്കിൽ അവിടെ ആ ഒരു പരാതി സംവിധാനം എന്ന് പറയുന്നത് നന്നായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം as the worker are hesitant with their grievances, അവർ എന്ത് ചെയ്യുന്നു, ആ പരാതികൾ പറയാനായിട്ട് അവര് മടി കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ വർക്കേഴ്സും മാനേജറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ചില സ്ഥാപനങ്ങളിലെ മാനേജേഴ്സും വർക്കേഴ്സും നല്ലൊരു ബന്ധം കാഴ്ചവെക്കും അല്ലെ. നല്ലൊരു റിലേഷൻഷിപ്പ് കാഴ്ചവെച്ചാല് അവിടെ ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ ഉണ്ടാവുന്ന ചാൻസ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും, കൂടുതലായിരിക്കോ? എങ്ങനെയായിരിക്കും? കുറവായിരിക്കും, കൂടുതലായിരിക്കോ? നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുറവായിരിക്കും അല്ലെ. ഇവിടെ പറയുന്നത് അപ്പൊ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറവായിരിക്കും. പക്ഷെ ഇവിടെ മാനേജർ കൺസിഡർ ചെയ്യാം. കാരണം നമ്മുടെ മാനേജറും എംപ്ലോയീസും തമ്മിൽ അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ തലവുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. ഒരിക്കലും പുറത്ത് കാണിക്കരുത് അല്ലെ. ആ മാനേജർ എന്ത് ചെയ്യണം, അവരെ പോലെ തന്നെ ഒരാളുകളാണ് എന്ന് വർക്കേഴ്സിനെ അംഗീകരിക്കുകയും അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുകയും വേണം. പക്ഷെ അവിടെ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, വർക്കേഴ്സിനെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്, അവർ വളരെ തരം താഴ്ന്ന അല്ലെങ്കിൽ താഴ്ന്ന രീതിയിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള തലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസ്കാരത്തിൽ ഉള്ള ആളുകളാണ് എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഗ്രീവിയൻസ് എന്ത് ചെയ്യും, വർദ്ധിക്കുന്നുണ്ട്. എങ്കിൽ പോലും പല സമയത്തും അത് തുറന്നു പറയാൻ അല്ലെങ്കിൽ അത് എന്താണ് അവർ നേരിട്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ പരാതി ഉണ്ട് എന്ന് വർക്കേഴ്സ് ചിലപ്പോ മടി കാണിച്ചേക്കാം. അത് പറയാനായിട്ട് ചിലപ്പോ മടി കാണിച്ചേക്കാം. വുഡ് നോട്ട് വർക്കിംഗ്. അങ്ങനെയുള്ളൊരു അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഗ്രീവിയൻസ് സംവിധാനം ചിലപ്പോ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മാനേജ്മെന്റ് സ്റ്റൈൽ, മാനേജ്മെന്റിന്റെ ശൈലി എങ്ങനെയാണ്, ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലാണോ അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്റീവ്
കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റൈലാണോ അവർ യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ഗ്രീവിയൻസ് വരാൻ സാധ്യതയുള്ളത്. രണ്ടാമത് നല്ലൊരു റിലേഷൻഷിപ്പ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. മാനേജറും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ അവിടെ ആ ഒരു ഗ്രീവിയൻസ് കുറവായിരിക്കും. അതല്ലാത്ത പക്ഷം അവരുടെ വർക്കേഴ്സിനെ അവരുടെ സബോർഡിനേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ വളരെ താഴ്ന്ന സാമൂഹ്യ തലത്തിലുള്ളവരായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്രീവിയൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷെ എന്നാൽ പോലും ചില സമയത്ത് അത് അവർക്ക് തുറന്നു പറയാനൊരു മടിയും കാണിച്ചേക്കാം. ക്ലിയർ ആണോ രണ്ടെണ്ണം? ഓക്കെ. Third one are implementation of personnel policies. That if the personnel policies do not serve the purpose for which they are formed, it may be a reason for grievance. അതായത് നമ്മൾ പേഴ്സണൽ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ ആ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പേഴ്സണൽ പോളിസികൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നയങ്ങള് രൂപീകരിക്കുകയും അത് നമ്മൾ നടപ്പിലാക്കുകയും അതായത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മളത് രൂപീകരിച്ചത് ആ പർപ്പസിന് വേണ്ടിയിട്ടല്ല അത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അത് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ അവിടെ റീസൺ ഫോർ ഗ്രീവിയൻസ്, ഇതൊരു ഗ്രീവിയൻസിന് കാരണമാകാം. There may be several contradictions in personal policies which may lead to grievance. അതായത് പേഴ്സണൽ പോളിസിയുമായി ബന്ധപ്പെട്ട നിരവധി ഒത്തിരി കാര്യങ്ങൾ, അപ്പൊ സെവറൽ കോൺട്രഡിക്ഷൻസ്, നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഗ്രീവിയൻസിന്റെ ലീഡ് ചെയ്തേക്കാം. അതിനൊരു എക്സാമ്പിൾ നോക്കി. മാറ്റേഴ്സ് റിലേറ്റഡ് ടു എംപ്ലോയി റെമ്യൂണറേഷൻ, എംപ്ലോയീസിന്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ഓവർ ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അസൈൻമെന്റ് ഓഫ് പേഴ്സണൽ ടു ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അപ്പൊ ഇങ്ങനെയുള്ള മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ വ്യക്തിഗതമായിട്ടുള്ള നയങ്ങളില് എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ കാണുന്നു. അപ്പൊ അവരുടെ റെമ്യൂണറേഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നു, സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കുമ്പോൾ അതിലെന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ കാണുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പരാതി വരുമോ? നമ്മുടെ സീനിയോറിറ്റിയുമായി ബന്ധപ്പെട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് കൊടുക്കണം. അപ്പൊ അതിലും കൂടുതൽ സീനിയോറിറ്റി നമുക്കാണെങ്കിൽ അവിടെയൊക്കെ പ്രശ്നം വരുന്നില്ലേ? അല്ലെ? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പരാതികൾ വരുന്ന കാര്യമാണ് അല്ലെ? അതുപോലെ തന്നെ നമുക്ക് ഒരുപോലെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരേപോലെയുള്ള വേതനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അല്ലേ? അതുപോലെ തന്നെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുമ്പോൾ അതിന് ഒരേ ഷിഫ്റ്റുകൾ തന്നെ എല്ലാവരും ഒരാൾ തന്നെ എപ്പോഴും ഷിഫ്റ്റുകൾ ഒരേ ഷിഫ്റ്റ് തന്നെ ചെയ്യുന്നു, മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല. അപ്പൊ അത് മാറി മറിച്ചും ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഓവർ ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ വന്നാല് അത് ഗ്രീവിയൻസിന് കാരണമായേക്കാം. അതാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസിൽ പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വിടവുണ്ടാവുക. ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് ക്യാൻ ഓൾസോ കോസ് ഗ്രീവിയൻസ്. അപ്പൊ നല്ല എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടന്നില്ലെങ്കിൽ അതും പരാതി അല്ലെങ്കിൽ ഗ്രീവിയൻസിലേക്ക് നയിച്ചേക്കാം. Matters that connect the employees or group of employees should be informed to them. അപ്പൊ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, എന്തൊരു കാരണങ്ങൾ എന്ത് മാറ്റേഴ്സ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് അവരോട് ഇൻഫോം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ ഇൻഫർമേഷൻ കൊടുത്ത് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പല പ്രശ്നങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനനുസരിച്ച് പരാതികളും കുറവായിരിക്കും. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോഴും അവിടെ ഗ്രീവിയൻസ് കൂടാം. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. Then, for example, information about proposed actions of the management which it intends to take in future, location of new plan, layoff and mergers, the key decisions, the introduction of new schemes or new way of working. But ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് അതായത് ഒരു മാനേജ്മെന്റ് അവരുടെ ഭാവിയിലേക്ക് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഫ്യൂച്ചർ പ്ലാനുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ നടപടികൾ ഭാവിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഭാവിയിലേക്ക് അവര് സ്വീകരിക്കാൻ പോകുന്ന
അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പോകുന്ന കുറച്ച് പ്ലാനുകൾ, പ്രപ്പോസ്ഡ് ആക്ഷൻസ്, അല്ലെങ്കിൽ അവര് നിർദ്ദിഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നടപടികൾ എന്തൊക്കെയാണുള്ളത്. ഇൻഫർമേഷൻ, ലൊക്കേഷനോ അതുപോലെ തന്നെ ലൊക്കേഷനോ പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പോകുന്നതിന്റെ സ്ഥാനം, ലൊക്കേഷൻ, ലേ ഓഫ് ഓർ മർജസ്, എന്തെങ്കിലും കമ്പനികൾ തമ്മിൽ മെർജ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ചേർക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും, അങ്ങനെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ സ്കീം, പ്രധാനപ്പെട്ട പദ്ധതികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രവർത്തന രീതികൾ, പ്രധാനപ്പെട്ട പദ്ധതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നു. അതൊക്കെ ഭാവിയിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ഇഫ് ദ എംപ്ലോയീസ് ആർ അവെയർ അബൌട്ട് ദ പ്രപ്പോസ്ഡ് ആക്ഷൻ, അപ്പൊ ഇങ്ങനെ ഭാവിയിലേക്ക് അവർ സ്വീകരിക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടെയുള്ള എംപ്ലോയീസ് അവെയർ ആണെങ്കിൽ, അവര് ബോധവാന്മാരാണെങ്കിൽ, then they will understand the consequences of the management action. അപ്പൊ ഇത് അവരവിടെ നടപ്പിലാക്കി കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ അനന്തരഫലങ്ങളെ കുറിച്ചൊക്കെ ആ ഒരു എംപ്ലോയീസിന് അറിയാൻ പറ്റും. which in turn will lead to the less number of grievance. അങ്ങനെ അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികളുടെ എണ്ണം കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വരാൻ പോകുന്ന ഭാവിയിൽ അവർ എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ സ്വീകരിക്കാൻ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഭാവിയിൽ അത് നടന്നിട്ടില്ല, ഭാവിയിൽ സ്വീകരിക്കാൻ പോകുന്ന രീതിയിലുള്ള നിർദ്ദിഷ്ട നടപടികളായിക്കോട്ടെ, പുതിയ പ്ലാന്റിന്റെ ലൊക്കേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും മെർജസ് നടക്കുന്നുണ്ടെങ്കിൽ, കമ്പനീസ് തമ്മിൽ എന്തെങ്കിലും മെർജ് ചെയ്ത് ലയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിക്കോട്ടെ, പ്രധാനപ്പെട്ട പ്രവർത്തന രീതികളായിക്കോട്ടെ, പ്രധാനപ്പെട്ട പ്രവർത്തനപരമായിട്ടുള്ള പദ്ധതികളായിക്കോട്ടെ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ഇൻഫർമേഷൻസ്, ആ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് അവിടുത്തെ എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും നടപ്പിലാക്കിയതിനു ശേഷവും ഒക്കെ ഉള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആ ഒരു മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവർ അവെയർ ആയിരിക്കും, ബോധവാന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികളുടെ എണ്ണം കുറവുമായിരിക്കും. ക്ലിയർ ആണോ? എക്സാമ്പിൾ ക്ലിയർ ആണോ? ഓക്കെ. Then next one ആണ് സൂപ്പർവൈസറി പ്രാക്ടീസസ്, മേൽനോട്ടവുമായി ബന്ധപ്പെട്ട രീതികൾ. Quality supervisory style such as lack of consistent application of personnel policies, biases in applying rules and decisions, etc. can create pressure on employees and could lead to grievance. So ഇവിടെ സൂപ്പർവൈസറി പ്രാക്ടീസ്, ഇപ്പൊ നമ്മുടെ ഇപ്പൊ എംപ്ലോയീസിനെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും അല്ലെ, മേൽനോട്ടം വഹിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള സൂപ്പർവൈസേഴ്സ് തെറ്റായ രീതിയിലുള്ള ശൈലിയിലാണ് മേൽനോട്ടം വഹിക്കുന്നത്. അതായത് ലാക്ക് ഓഫ് കൺസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസിന്റെ കൃത്യമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു പ്രയോഗത്തിന്റെ അഭാവമാവാം. അതുപോലെ തന്നെ biases in applying rules and decisions, ശരിയായ രീതിയിൽ നിയമനങ്ങളോ തീരുമാനങ്ങളോ ഒന്നും എടുക്കാത്തത് കൊണ്ടാവാം. and can create pressure on employees. ഇപ്പൊ ഇവിടെ എംപ്ലോയിക്ക് കൃത്യമായ ഒരു മേൽനോട്ടം അവരുടെ സൂപ്പർവൈസേഴ്സിൽ നിന്ന് കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം തെറ്റായ ശൈലിയാണ് ഫോളോ ചെയ്യുന്നത്, ശരിയായ രീതിയിലുള്ള നിയമങ്ങളോ നടപടികളോ തീരുമാനങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ പേഴ്സണൽ പോളിസീസ് ഒക്കെ കൃത്യമായിട്ടൊരു സ്ഥിരമായ രീതിയിൽ അത് അപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് കൃത്യമായിട്ടൊരു മേൽനോട്ടം അവിടെ ആ എംപ്ലോയീസിന് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ആ ഒരു എംപ്ലോയിക്ക് can create a pressure on employees and could lead to grievance. അവർക്കൊരു പ്രഷർ ആയിരിക്കും, കാരണം അവർക്ക് ആരോടും ചോദിക്കാനില്ല, അവർക്ക് കൃത്യമായ ഒരു മേൽനോട്ടങ്ങളോ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളോ കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് പ്രഷർ ഉണ്ടാവാം അല്ലെ, അത് എന്തിലേക്ക് നയിച്ചേക്കാം? ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതിയിലേക്ക് നയിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, സെറ്റിംഗ് അപ്പ് ചലഞ്ചിങ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടാസ്ക് വിത്തൗട്ട് കൺസൾട്ടിംഗ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് ക്യാൻ ബിൽഡ് പ്രഷർ ആൻഡ് കോസ് ഗ്രീവിയൻസ്. ഇപ്പൊ അവിടെ ഒരുപാട് സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട്, അവരോട് ആരോടും കൂടി ആലോചിക്കാതെ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ടാസ്ക് ആയിക്കോട്ടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ചലഞ്ചിങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ടാസ്ക് ആയിക്കോട്ടെ ഗ്രൂപ്പ് ടാസ്കുകളോ അവിടെയുള്ള ഒരു സ്റ്റാഫ് മെമ്പേഴ്സിനോട് കൂടി ആലോചിക്കാതെ അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ടാസ്കുകൾ സെറ്റ് ചെയ്ത് നൽകാമെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ ആ എംപ്ലോയീസ് ഒന്നും അറിഞ്ഞിട്ടില്ല, അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് ഒരു പ്രഷർ ബിൽഡ് ചെയ്യും അല്ലെ, ഇതെങ്ങനെ ടാസ്ക് ചെയ്ത് തീർക്കും ഇല്ലേ, കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കൊരു
പ്രഷർ ബിൽഡ് ചെയ്യുകയും അത് ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതിയിലേക്ക് എത്തിയേക്കാം, അല്ലെങ്കിൽ പരാതിക്ക് ഒരു കാരണമായേക്കാം. മനസ്സിലായോ? ഇപ്പൊ സൂപ്പർവൈസറി പ്രാക്ടീസ് ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ മേൽനോട്ട ശൈലിയിൽ ശരിയായിട്ടുള്ള രീതിയിൽ മേൽനോട്ടം വഹിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു അഭാവം അവർക്ക് ഫീൽ ചെയ്യുന്നു. കൃത്യമായ റൂൾസോ തീരുമാനങ്ങളോ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ എംപ്ലോയീസിന് ഒരു എന്താണ് പ്രഷർ അനുഭവപ്പെടുകയും അത് ഗ്രീവിയൻസിലേക്ക് നയിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? സൂപ്പർവൈസറി പ്രാക്ടീസസ്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത്. മാനേജ്മെന്റ് പ്രാക്ടീസസിൽ വരുന്ന കാര്യങ്ങളാണ് മാനേജ്മെന്റിന്റെ സ്റ്റൈല്, സോഷ്യൽ ഡിസ്റ്റൻസ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സണൽ പോളിസീസ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതുപോലെ തന്നെ സൂപ്പർവൈസറി പ്രാക്ടീസസ്. ഇത്രയും വേഗം ഒന്ന് വായിച്ചു. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് വേഗം റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ. Then second one ആണ് grievances resulting from personal management. Personal managementൽ നിന്നും റിസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും കാരണമാകുന്ന ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ. Various personal maladjustment factors can lead to grievances which are as follows. വിവിധ പേഴ്സണൽ മാലഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള പൊരുത്തക്കേടുകളിൽ നിന്നും നമുക്ക് ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ്. ആൻഡ് എംപ്ലോയീസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവം കാരണം. It has been noted that employees having a negative attitude complain frequently and are careless, casual and inconsiderate of others. ഇപ്പൊ നമുക്കറിയാം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും അല്ലെ, ഒരു നെഗറ്റീവ് മനോഭാവമുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവരെപ്പോഴും എങ്ങനെയായിരിക്കും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ കംപ്ലൈന്റ് ഫ്രീക്വന്റ്ലി അവർ പതിവായിട്ട് പല പല കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ പരാതികൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ അവർ അശ്രദ്ധയുള്ള ആളുകളായിരിക്കും, കാഷ്വൽ യാഥാർത്ഥ്യമത്തിലുള്ള ആളുകളായിരിക്കും, ഇൻകൺസിഡറേറ്റ് ഫോർ അതേഴ്സ് മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാത്ത ആളുകളായിരിക്കും. They agitate others to join them. മറ്റുള്ളവരെ അവർ എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും, അവരുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ചേരാനായിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. And give rise to unnecessary grievance. ആവശ്യമില്ലാത്ത രീതിയിലുള്ള പരാതികളും അവര് എന്ത് ചെയ്യാം, കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു എംപ്ലോയിക്ക് ആ സ്ഥാപനത്തോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവമാണെങ്കിൽ അവര് ഇടയ്ക്കിടയ്ക്ക് പതിവായിട്ട് പരാതികൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അവർ ഓരോ കാര്യങ്ങളിലും അശ്രദ്ധയോട് കൂടിയായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാതെ ആയിരിക്കും അവർ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുക. മറ്റുള്ള ആളുകളൊക്കെ അവരുടെ കൂടെ കൂട്ടാനും അവരോട് ചേരാനും പ്രോത്സാഹിപ്പിക്കുകയും അതിനനുസരിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ പരാതികൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്.
ക്ലിയർ ആണോ? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ. ദെൻ രണ്ടാമത്തേതാണ് health problems. Employees suffering from health issues like depression, mental tension may find an outlet for arise airing their grievances. അപ്പോൾ നമുക്കറിയാം ഒരു ഹെൽത്ത് പ്രോബ്ലം, ഇപ്പൊ നമുക്കാണെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കൃത്യമായിട്ട് ചെയ്യാനും പറ്റില്ല. അവിടുത്തെ കാര്യങ്ങളുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ പരാതികൾ വന്നേക്കാം, അല്ലെങ്കിൽ ഗ്രീവൻസ് വന്നേക്കാം, അല്ലെ? ഇവിടെയും ഒരു എംപ്ലോയീസിനുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ഇപ്പൊ എന്തെങ്കിലും ഡിപ്രഷനോ അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഔട്ട്ലെറ്റ് ബൈ എയറിംഗ് ദിയർ, അവർ അവരുടെ ഗ്രീവിയൻസിലൂടെയാണ് അവർ പുറന്തള്ളുന്നത്, അല്ലെങ്കിൽ പല പരാതികളിലൂടെയാണ് അവരെ പുറത്തേക്ക് വിടുന്നത്. പേഴ്സൺ ഈസ് ഓൾറെഡി ടെൻസ്, അവർ ഓൾറെഡി ടെൻസ്ഡ് ആണ്. ആൻഡ് ഡ്യൂ ടു ഹെൽത്ത്, അവർക്ക് ചിലപ്പോൾ ആരോഗ്യം ശരിയായിട്ട് രീതിയിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് ഓൾറെഡി അവർ ടെൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈനർ കൺസേൺസ് ടേക്ക് ദ ഫോം ഓഫ് ഗ്രീവൻസ്. അതിപ്പോ ചെറിയ രീതിയിലുള്ള ആശങ്ക പോലും ചിലപ്പോൾ ഗ്രീവൻസ് ആയിട്ട് പുറത്തു വന്നേക്കാം. മനസ്സിലായോ? ഇപ്പൊ ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരു ഡിപ്രഷൻ ആയിക്കോട്ടെ, മെന്റലി ടെൻഷൻ ഉള്ള ആളുകളായിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ഗ്രീവിയൻസ് എന്ന രീതിയിലേക്ക് അവര് കൊണ്ടുവന്നേക്കാം. മനസ്സിലായോ? സെക്കൻഡ് വൺ. ഓക്കെ. തേർഡ് വൺ ആണ് ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ്, അതായത് പ്രായോഗികമല്ലാത്ത പ്രതീക്ഷകൾ. In any organization, employees having high esteem often develop overconfidence and are over ambitious. അപ്പോൾ ഇനി ഏതൊരു ഓർഗനൈസേഷനിലും അവിടുത്തെ എംപ്ലോയീസിന് നമ്മൾ ഉയർന്നൊരു ബഹുമാനം കൊടുത്താൽ അവർക്ക് ഒരുപാട് ഓവർ കോൺഫിഡൻസും ഓവർ അംബീഷ്യസും ആവും, അല്ലേ? ഒരുപാട് നല്ല ഉയർന്ന ബഹുമാനം ആ ഒരു സ്ഥാപനത്തിൽ അവിടുത്തെ എംപ്ലോയീസിന് കൊടുത്താൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർ കോൺഫിഡൻസ് ആവും, അല്ലെ? അമിതമായിട്ടുള്ള ഒരു എന്താണ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം അവരിൽ വരാം. അതുപോലെ തന്നെ ഓവർ അംബീഷ്യസ്, അമിതമായിട്ടുള്ള ഒരു അംബീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് പറയാ ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ അവർക്ക് ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ഓവർ ആയിട്ട് അമിതമായിട്ട് അവർ കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ വന്നേക്കാം. അപ്പൊ ദീസ് ട്രേറ്റ്സ് ആർ ദ മെയിൻ കോസ് ഓഫ് ഗ്രീവിയൻസ്. അപ്പൊ അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാം, അതായത് ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻ, അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചിലപ്പോൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ വന്നേക്കാം. അപ്പൊ ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഏതൊരു ഓർഗനൈസേഷനിലും അവിടുത്തെ എംപ്ലോയീസിന് നമ്മൾ നല്ല ഹൈ എസ്റ്റീം, ഒരു ഉയർന്ന നല്ല രീതിയിലുള്ള ഉയർന്ന ബഹുമാനം ഉള്ള നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? ഉയർന്ന ബഹുമാനം കൊടുക്കുന്ന ജീവനക്കാരാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഉയർന്ന ബഹുമാനം കിട്ടുമ്പോൾ അവരുടെ ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം അമിതമാവാനും, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ആത്മാഭിലാഷം, അല്ലെ, ഓവർ അംബീഷ്യസ് ആവാൻ, അല്ലെങ്കിൽ അഭിലാഷം ഓവർ ആവാൻ അല്ലെങ്കിൽ കൂടുതലാവാനായിട്ട് അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും അവര് എക്സ്പെക്ട് ചെയ്യും, കുറെ കാര്യങ്ങൾ അവര് അതിൽ കൂടുതൽ കിട്ടുന്നതിൽ കൂടുതൽ അവർ പ്രതീക്ഷിക്കുകയും അത് ചിലപ്പോൾ നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റാതെ വരുമ്പോൾ അതൊരു ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതിയിലേക്ക് വന്നേക്കാം. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഗ്രീവിയൻസ് റിസൾട്ടിങ് ഫ്രം പേഴ്സണൽ മാനേജ്മെന്റില് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയീസ് പറഞ്ഞു, ഹെൽത്ത് പ്രോബ്ലംസ് പറഞ്ഞു, ദെൻ ഇംപ്രാക്ടിക്കൽ എക്സ്പെക്ടേഷൻസ് പറഞ്ഞു. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണ്? ഓക്കെ.
Then third one ആണ് working condition. Employee may be distressed due to following reasons. ഒരു എംപ്ലോയിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവാനായിട്ട് ഈ പറയുന്ന റീസൺസ് കാരണം വർക്കിംഗ് കണ്ടീഷൻ അവരുടെ പ്രവർത്തന അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഗ്രീവൻസ് അല്ലെങ്കിൽ പരാതികൾ വരാം. അതാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് റിജിഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാതികൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. രണ്ടാമത് മിസ്മാച്ച് ഓഫ് ദ സ്കിൽ ഓഫ് ദ വർക്കർ ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് ദ ജോബ്. അത് ജോലിക്ക് എന്തൊക്കെ റിക്വയർമെന്റ് ആവശ്യമാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതും ആ വർക്കറിന്റെ സ്കില്ലും തമ്മിൽ ഒരു മിസ്മാച്ച് അല്ലെങ്കിൽ ഒരു പൊരുത്തക്കേടുകൾ ഉണ്ടാവുമ്പോൾ അത് ഗ്രീവിയൻസിലേക്ക് വന്നേക്കാം. Then മൂന്നാമത്തത് ലാക്ക് ഓഫ് adequate ടൂൾസ് മെഷീൻസ് ആൻഡ് എക്വിപ്മെന്റ് ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എ ഗിവൺ ടാസ്ക്. അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു ജോലി സക്സസ്ഫുള്ളി വിജയകരമായിട്ട് പൂർത്തിയാക്കാനുള്ള ടൂൾസോ മെഷീനറീസോ എക്വിപ്മെന്റുകളുടെയൊക്കെ അഭാവമാവാം. ചേഞ്ചസ് ഇൻ വർക്ക് അവേഴ്സോ ടെക്നിക്സ്, അവരുടെ വർക്കിംഗ് അവേഴ്സോ അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക വിദ്യകളിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാല്. ദെൻ പുവർ റാപ്പോർട്ട് വിത്ത് സൂപ്പർവൈസർ, സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ട് പുവറായിട്ടുള്ള വളരെ ചെറിയ പുവറായിട്ടുള്ള റാപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാവുന്നത് കൊണ്ട്. Then bad conditions of workplace like unavailability of drinking water, damaged workstations, inadequate sanitation facilities, etc. അപ്പൊ അവരുടെ വർക്ക് പ്ലേസിൽ ഒരു ബാഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള അന്തരീക്ഷം, അതായത് അവർക്ക് ഡ്രിങ്കിങ് വാട്ടർ ലഭ്യമാകുന്നില്ല, വർക്ക് സ്റ്റേഷൻസ് ഒക്കെ ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്നു, സാനിറ്റേഷൻ ശുചിത്വവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. ദെൻ ലാസ്റ്റ് വണ്ണാണ് പുവർ ഡിസിപ്ലിനറി സിസ്റ്റം, മോശമായിട്ടുള്ള അച്ചടക്ക സംവിധാനം. ടു മച്ച്, അതായത് വളരെ മോശമായിട്ടുള്ള ഡിസിപ്ലിൻ ആണെങ്കിലും ഒരുപാട് ഡിസിപ്ലിൻ കൂടിയാലും ബോത്ത് ആർ ഈക്വലി ഹാർംഫുൾ അല്ലെ, രണ്ടും ഈക്വലി ദോഷകരമാണ്. ഇത്രയും ഒന്ന് വായിച്ചിട്ട് വരാം. വർക്കിംഗ് കണ്ടീഷൻസ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.